الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم الإيمان بضعة وسبعون شعبة فأفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق والحياء شعبة من الإيمان. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ചുരുങ്ങിയ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ പ്രഭാത പ്രകാശം ഹദീസ് പഠന ക്ലാസിൻ്റെ തുടർച്ച. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മുടെ കണ്ണും കാതും ഖൽബുമെല്ലാം അല്ലാഹുവിന് കൂടുതൽ ഇബാദത്തിൽ മുഴുകുന്ന കർമ്മങ്ങൾക്ക് ഉതകുന്ന അവയവങ്ങളാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തിരുനബിയുടെ വാക്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും സ്വാധീനിക്കേണ്ട ഒരു വചനമാണ് ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത്. വിശ്വാസം, അൽ ഈമാൻ, വിശ്വാസം 70 ചില്ലാനം ശാഖകളാണ്. 70 ചില്ലാനം ശാഖകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. വ അദ്നാഹ, 70 ചില്ലാനം ശാഖകൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും താഴെ തട്ടിലുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, മാർഗ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്, വഴി തടസ്സം നീക്കുക എന്നതാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ, നാണം എന്ന് പറയുന്നത് അതും ഈമാനിന്റെ ഈ ശാഖകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകമായ ഒരു ശാഖയാണ്. ഇതാണ് ഇപ്പോൾ തിരുനബിയുടെ ആ വാക്യത്തിന്റെ ഒറ്റവാക്യത്തിലുള്ള അർത്ഥം. എന്താണ് ഈ പറയുന്നത്? ഈമാൻ അത് 70 ചില്ലാനം ശാഖകളുണ്ട്. ഒരു മരത്തിന് ഒരുപാട് കൊമ്പുകൾ, ചില്ലകൾ ഉള്ളതായിട്ട് സങ്കല്പിച്ചാൽ ഇതുപോലെയാണ് ഈമാൻ. ഈമാനിന്റെ വിവിധങ്ങളായ ശിഖരങ്ങൾ, കൊമ്പുകൾ, പാർട്ടുകൾ ഒക്കെ ആയിട്ട് 70 ചില്ലാനം കാര്യങ്ങളുണ്ട്. ഈമാൻ എന്നത്, വിശ്വാസം എന്നത് ഹൃദയത്തിലാണ്. അത് വേറൊരാൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതല്ല. ഒരാളുടെയും ഹൃദയത്തിലുള്ളത് മറ്റൊരാൾക്ക് നോക്കിയാൽ കാണൂല. സാധാരണ ലെവലിലുള്ള ഒരാൾക്കും കഴിയില്ല. പക്ഷെ ഉള്ളിൽ വിശ്വാസം ഉണ്ട് എന്നതിനെ പ്രകടമാക്കുന്ന, വെളിപ്പെടുത്തുന്നത് കർമ്മങ്ങളാണ്. അപ്പൊ 70 ചില്ലാനം ശാഖകളാണ് ഈമാൻ എന്ന് പറയുമ്പോൾ അതിനെ പ്രകടിപ്പിക്കുന്നത് കർമ്മങ്ങളാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് 70 ചില്ലാനം ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഖൗല്, ഇവനെ നാവ് കൊണ്ട് പറയാം. ഈ പറയുന്നത് എന്താക്കാൻ കഴിയും? കേൾക്കാൻ കഴിയും. അപ്പൊ കേട്ടിട്ടോ കണ്ടിട്ടോ അറിയാവുന്ന കാര്യങ്ങളാണ് കർമ്മങ്ങൾ. അപ്പൊ ഈ കർമ്മങ്ങളിലൂടെയാണ് ഉള്ളിലുള്ള വിശ്വാസത്തെ നമുക്ക് അറിയാൻ കഴിയുക, പുറത്തൊക്കെ പ്രകടമാവുക. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. അപ്പൊ ഒരാൾ ഈമാനുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ അയാളുടെ ഈ വാക്യം നമുക്കൊരു അടയാളമാണ്. എന്നല്ല, ഈമാൻ ഉണ്ടെന്നതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അടയാളം കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥ വാക്യമായി മാറുന്നത്. ഒരു ചിന്തയും ബോധവും ഇല്ലാതെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് എന്നത് നമ്മൾ അംഗീകരിക്കണം. അതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അത് അർത്ഥം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഈ വാക്യം ചൊല്ലുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ്. മുസ്ലിം ലോകം
ഒരു ദിവസത്തിൽ 5 നേരം അള്ളാഹുവിനെ നിസ്കരിക്കും നിർബന്ധമായി. ആ നിസ്കാരത്തിന്റെ അനന്തരം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. അത് നമ്മുടെ ഈമാനിനെ വെളിപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠമായ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആ സമയത്ത് അള്ളാഹുവിനെ മനസ്സിൽ കാണണം, അള്ളാഹുവിനെ ഓർക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന ചിന്തയിലാണ് ഈ വാക്യം നമ്മുടെ നാവിലൂടെ വരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഈ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ഒരു ശൈലി തന്നെ വേറെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇന്നത് മാതൃകയാക്കാൻ പറ്റുന്ന ശൈലിയാണ് ഇവിടെയൊക്കെ നമ്മൾ തുടരുന്നത്. ചിലപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അക്ഷരങ്ങൾ ഉണ്ടാവില്ല, ചിന്തകൾ ഉണ്ടാവില്ല. അപ്പൊ വെറുതെ ഒരു കേവലം ചെല്ലല് മാത്രമാണ്. ചിലയിടത്തിലൊക്കെ അഫ്ളൽ ദിക്ർ എന്ന് കേട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേഗം ഒരു 10 എണ്ണം ചടങ്ങ് തീർക്കലാണ്. ലാ ഇലാഹയുടെ ഹംസ ഉണ്ടാകൂല, ഇലാഹയുടെ ഹാ ഉണ്ടാകൂല, ഇല്ലല്ലാഹയുടെ നീട്ടൽ ഉണ്ടാകൂല, അല്ലാഹ് എന്ന അവസാനത്തെ ഹാ ഉണ്ടാകൂല. ചിലയിടത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ എന്നേ ഉണ്ടാവുള്ളൂ, ഹാ ഉണ്ടാവൂല. ഇല്ലല്ലാഹ് എന്നേ ഉണ്ടാവുള്ളൂ, ഇല്ലല്ലാഹ് എന്നുണ്ടാവൂല. ഇതൊക്കെ നമ്മൾ ആ ദിക്ർ ചൊല്ലുമ്പോൾ തന്നെ വരുന്ന അബദ്ധങ്ങളാണ്. അപ്പൊ അതൊരു എല്ലാം ശരിയായി രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതിൽ നമുക്കൊരു കണിശത ഉണ്ടാകും. അപ്പൊ അതിനൊക്കെ പറ്റിയ രൂപമാണ് നമ്മൾ ഇവിടെ കൊണ്ടുനടക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടന്റെ ഇടത്തിൽ നീട്ടി അക്ഷരങ്ങളൊക്കെ വന്ന് ആ ഒരു ശൈലി തന്നെ പിന്തുടരാം. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ 10 വട്ടം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ് നമ്മൾ. മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെന്നത് അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഏറ്റവും താഴെ തട്ടിലുള്ളത് ഈമാനിൽ 70 ചില്ലാനം ശാഖകളുണ്ട്, ഭാഗങ്ങളുണ്ട്. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. താഴെ തട്ടിലുള്ളത് വഴി തടസ്സം നീക്കുക എന്നുള്ളതാണ്. ഈ വഴി തടസ്സം നീക്കുക എന്ന് പറയുന്നതിന്റെ ഭൗതികമായിട്ടുള്ള ഒരു രൂപമാണ്. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകണം, വീട്ടിലേക്കോ നാട്ടിലേക്കോ ഉള്ള വഴി, റോഡ്. അതിൽ കല്ലുണ്ടായി, ആ കല്ലെടുത്ത് ഒഴിവാക്കുക. അല്ലെങ്കിൽ അതിൽ മുള്ളുകൾ വീണ് കിടക്കുന്നുണ്ട്, ആ മുള്ള് ആരുടെയെങ്കിലും കാലിൽ തറച്ചാലോ അതെടുത്ത് ഒഴിവാക്കുക. എന്നാൽ ഇത് ഉൾപ്പെടെ ഉള്ള കാര്യമാണ് തിരുനബിയുടെ വാക്യം. തിരുനബിയുടെ വാക്യത്തിന് ഈ ഭൗതികമായിട്ടുള്ള കല്ലും മുള്ളും നീക്കൽ മാത്രമല്ല അവിടെ ഉദ്ദേശം, വഴി തടസ്സം നീക്കുക എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിത വഴിയിൽ വരുന്ന പ്രയാസങ്ങൾ, തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീക്കുക. അതെല്ലാം ഇതിൽ പെടും. റോട്ടിൽ കണ്ട കല്ലെടുത്ത് നീക്കൽ മാത്രമല്ല ഈ വാക്യത്തിന്റെ ഉദ്ദേശത്തിലുള്ളത്, മറിച്ച് ഏതൊരു നമ്മളല്ലാത്ത മറ്റുള്ളവരുടെ വഴിയിലുണ്ടാകുന്ന തടസ്സം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട്, തടസ്സങ്ങളുണ്ട്. ആ തടസ്സം നീക്കാൻ നമുക്ക് സാമൂഹികമായിട്ടുള്ള സേവനം ചെയ്യുക, സോഷ്യൽ വർക്ക് ചെയ്യുക, പരസഹായം ചെയ്യുക, ബുദ്ധിമുട്ടുന്നവനെ, കഷ്ടപ്പെടുന്നവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, എല്ലാം ഇതിൽ വരും. കാരണം എന്താ? മാർഗ തടസ്സം നീക്കുക എന്നാണ് വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ ജീവിത മാർഗത്തിന്റെ തടസ്സങ്ങൾ നീക്കുക. അപ്പൊ ഒരാൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെല്ലാം മേഖല ഉണ്ടോ അവിടെയൊക്കെ ജീവിതം ബുദ്ധിമുട്ടുള്ള മേഖലകൾ പരിശോധിച്ച് ആ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതിൽപ്പെട്ടൊരു ഭാഗമാണ് റോട്ടിൽ മുള്ള് കണ്ടാൽ, കല്ല് കണ്ടാൽ, കുഴി കണ്ടാൽ ആ കുഴി അടക്കുക. വണ്ടിയും വാഹനമൊക്കെ വന്നിട്ട് അതിൽ വീണിട്ട് അതിൽ ചാടിയിട്ട് അപകടപ്പെടാതിരിക്കാൻ കുഴി മൂടുക. അങ്ങനെ അപകടപ്പെടാൻ സാധ്യത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നീക്കം ചെയ്യുക. ഇതെല്ലാം ഈ ഹദീസിന്റെ അർത്ഥവൃത്തത്തിൽ വരുന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു, വൽ ഹയാഉ മിനൽ വശുഅബതു മിനൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകമായിട്ടുള്ള ഒരു ശാഖയാണ്. 70 ചെല്ലാന ശാഖയുടെ ഏറ്റവും ടോപ്പ് ലെവലുള്ളതും പറഞ്ഞു, ഏറ്റവും ലോ ലെവലിലുള്ളതും പറഞ്ഞു. എന്നിട്ട് പിന്നെ ലജ്ജയെ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ ലജ്ജ എന്ന് പറയുന്ന കാര്യത്തിന് അത്രയും പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ലജ്ജ ഈമാനിന്റെ മഹത്തായ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. എന്തിനാണ് ലജ്ജ എന്ന് പറയാ? ഏത് ലജ്ജ ഉദ്ദേശിക്കുന്നത്? ഈമാനികമായ ലജ്ജയാണ്. ഒരു മുഅ്മിൻ
ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പുലർത്തേണ്ട, കാണിക്കേണ്ട, പ്രകടിപ്പിക്കേണ്ട മര്യാദ, അതാണ് ഈ ലജ്ജ എന്ന് പറയുന്നത്. വിശ്വാസി എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, പറയാൻ പറ്റുന്നത് പറയുക, കേൾക്കാൻ പറ്റുന്നത് കേൾക്കുക, കാണാൻ പറ്റുന്നത് കാണുക, കാണിക്കാൻ പറ്റുന്നത് കാണിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിശ്വാസി എന്ന നിലയിൽ കാണിക്കേണ്ട മര്യാദ രൂപങ്ങളാണ് ഹയാ, ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജ ഈമാനിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ആരെങ്കിലും ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ആരെങ്കിലും പറയുന്നതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്ക് പറയാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും മാത്രം ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതിനാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിശക്തമായ ഈമാനും വ്യക്തമായിട്ടുള്ള ബോധവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിൻ്റെ ബാധ്യതകളുമൊക്കെ ഹഖ് പോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു തആല ഖൈർ കൊണ്ട് അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ ജീവിത മാർഗത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നൽകി നമ്മളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.